എല്ലാവർക്കും നമസ്കാരം. NSS HSS ആദ്യതലയിലെ +2 ജേർണലിസം വിദ്യാർത്ഥികൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശബരിശ്രമത്തെ പറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരി ആശ്രമം ശതാബ്ദിയുടെ നിറവിൽ അഭിമാനം കൊള്ളുന്നു. ദക്ഷിണേന്ത്യയിലെ സബർമതി എന്നറിയപ്പെടുന്ന ശബരി ആശ്രമം അനാഥരായ കുട്ടികളുടെ അഭയകേന്ദ്രമാണ്. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിൽ നടക്കാവ് റെയിൽവേ പാതയ്ക്ക് സമീപമാണ് ശബരി ആശ്രമം നിലകൊള്ളുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപ് ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനിയായ TR കൃഷ്ണസ്വാമിയും അദ്ദേഹത്തിൻ്റെ പത്നി ഈശ്വരിയും ചേർന്ന് സ്ഥാപിച്ചതാണ് ഈ ആശ്രമം. 1920 തൻ്റെ വക്കീൽ ഉദ്യോഗം രാജിവെച്ച് സമരമുഖത്തേക്ക് ഇറങ്ങുകയായിരുന്നു കൃഷ്ണസ്വാമി. ഐത്തോച്ചാടനത്തിൻ്റെ ഭാഗമായി മിശ്രഭോജനം നടത്തിയതിൻ്റെ പേരിൽ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അനാഥ മന്ദിരത്തോടു കൂടിയ ഒരാശ്രമം നിർമ്മിക്കണമെന്ന് അന്ന് അദ്ദേഹം തീരുമാനിച്ചു. 1923 ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹം ഈ ആശ്രമത്തിന് തുടക്കം കുറിച്ചു. സമുദായ ഭ്രഷ്ട വിലക്ക് കൽപ്പിച്ച് അദ്ദേഹം കുടുംബസമേതം കൽപ്പാത്തിയിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമില്ല. വരെയല്ലേ ഒരു സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചാലുള്ള മാനസിക സംഘർഷം എത്രമാത്രം വലുതായിരിക്കും. അങ്ങനെ ഭാര്യയും 2-3 കുട്ടികളും കൃഷ്ണസ്വാമിയുമായിട്ട് കൽപ്പാത്തിയിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമില്ല. പക്ഷെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇവിടെ പല ക്ലയൻസുകളും പല ആളുകളും അദ്ദേഹത്തിനെ അറിയുന്ന ആളുകൾ കൃഷ്ണസ്വാമിക്ക് ഇങ്ങനൊന്നും സംഭവിച്ചല്ലോ, പലരും സഹായത്തിന് അങ്ങനെ സഹായത്തിനെത്തിയ ഒരു മഹത് വ്യക്തിയാണ് അകത്തേത്തറയിലെ അപ്പു യജമാൻ. അദ്ദേഹത്തിൻ്റെയാണ് ഈ 2-3 ഏക്കർ വരുന്ന തെങ്ങിൻതോപ്പ്. അദ്ദേഹം കൃഷ്ണസ്വാമിക്ക് ഡൊണേഷൻ കൊടുത്തു. തൻ്റെ അനുയായിയുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൽ സംപ്രീതനായി ഗാന്ധിജി ഇവിടം സന്ദർശിക്കുകയുണ്ടായി. ഒരു തവണയല്ല, 3 തവണ ഗാന്ധിജി ഇവിടം സന്ദർശനം നടത്തി. 1924 ആദ്യ സന്ദർശനം. 1927 1934 അദ്ദേഹം വീണ്ടും ശബരി ആശ്രമത്തിലെത്തി. പത്നി കസ്തൂർബ ഗാന്ധിയും ഒരു തവണ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നുവത്രേ. ആ സന്ദർശന വേളയിൽ അദ്ദേഹം നട്ട ഒരു തെങ്ങ് ഇപ്പോഴും ശബരി ആശ്രമത്തിന്റെ മുറ്റത്ത് തലയുയർത്തി നിൽപ്പുണ്ട്. 3 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ആശ്രമം ഹരിജൻ സേവാ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ്. നിലവിലിവിടെ അന്തേവാസികൾ ആരും തന്നെ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ വർഷം കുട്ടികൾ ആരും തന്നെ ഇവിടേക്ക് അപേക്ഷ അയച്ചില്ല അത്രേ. അതുകൊണ്ട് തന്നെ മറ്റു ചില ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ആശ്രമം തുടക്കം കുറിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ കൈത്താങ്ങോടുകൂടി ആശ്രമം ഈ അടുത്തിടെ നവീകരിക്കുകയുണ്ടായി. ഗാന്ധിജി വിശ്രമിച്ച കെട്ടിടം പ്രാർത്ഥനാമുറിയാണിപ്പോൾ. ആശ്രമത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. അടുത്ത ഘട്ടമായി ഇവിടെ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞങ്ങളിവിടെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി പല യൂണിറ്റുകളും ആരംഭിക്കുകയും അവരെ കൂടുതൽ നമ്മുടെ ഈ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ഗ്രാമ സ്വരാജിനെ സംബന്ധിച്ചും ആരോഗ്യ സ്വരാജിനെ പറ്റി പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഗാന്ധിജിയുടെ സന്ദേശങ്ങളും മൂല്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈശ്വരി അമ്മാളിൻ്റെ പേരിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ നവോത്ഥാന നായിക എന്ന് പറയാവുന്ന ഈശ്വരി അമ്മാളിൻ്റെ നാമധേയത്തിലൊരു ലൈബ്രറി ഇവിടെ ആരംഭിക്കുകയാണ്. ആ ലൈബ്രറി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഒരു ഗാന്ധി മ്യൂസിയം, ശബരിയാശ്രമത്തിൻ്റെയും ഗാന്ധിജിയുടെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ജീവചരിത്രത്തെ മുഴുവൻ അറിയാൻ കഴിയുന്ന പഠിക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. 3 തവണ ഗാന്ധിജി സന്ദർശിച്ച മറ്റൊരിടം കേരളത്തിലില്ല. ഗാന്ധിജി സാന്നിധ്യം കൊണ്ട് പരിപാവനമാക്കിയ ഈ മണ്ണിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം ഉയരട്ടെ എന്ന് പ്രത്യാശിക്കാം.